അങ്ങനെ ഒരുപാട് കാലമായി തപ്പിക്കൊണ്ടിരുന്ന ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ട്. 10 ബാൻഡ് ഇക്വലൈസർ ഉണ്ടോ, 5 ബാൻഡ് ഇക്വലൈസർ ബോർഡ് ഉണ്ടോ, പഴയ ഇക്വലൈസർ ബോർഡ് കിട്ടാനുണ്ടോ എന്നുള്ളത്. അപ്പം പണ്ടൊക്കെയുള്ള കാസറ്റ് ഡെക്കുകളിലൊക്കെ ടോൺ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് ഇക്വലൈസർ ബോർഡുകൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് അത് ആ ഒരു പ്രൊഡക്റ്റ് കിട്ടാണ്ടായി, കമ്പനി സെറ്റുകളിൽ മാത്രം വെക്കുന്ന ഒരു ഐറ്റമായിട്ട് മാറി. ഇപ്പോൾ വീണ്ടും ഇത് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇക്വലൈസർ എന്ന് വെച്ചാൽ ബിഗിനേഴ്സിന് വേണ്ടി പറയാം. നമ്മൾ ബേസ്, ട്രിബിൾ, മിഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടോൺ കൺട്രോൾ ബോർഡ് ഉപയോഗിക്കും. അതിന് പകരം ഫ്രീക്വൻസി ബാൻഡ് അനുസരിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന ഇക്വലൈസർ ബോർഡുകൾ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ജി ടെക് ഓഡിയോസിൻ്റെ അല്ല, അവരുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു 10 ബാൻഡ് ഇക്വലൈസർ ബോർഡാണ്. ആദ്യം തന്നെ ഇതിൻ്റെ പ്രൈസ് പറയാം. 700 രൂപയാണ് പ്രൈസ്. നമ്മളിത് ജി ടെക്കിൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ 10 ബാൻഡ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് 5 ബാൻഡ് പ്ലസ് 5 ബാൻഡ് എന്നാണ് വരുന്നത്. 2 ചാനലിനും 5 ബാൻഡ് വെച്ച് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ. പക്ഷേ ഇത് ഒറ്റ കൺട്രോളിംഗ് ആണ്. തുടക്കം ബേസ് തൊട്ട് ലാസ്റ്റ് ട്രിബിൾ എന്ന് വരുന്ന രീതിയിൽ ഒറ്റ കൺട്രോളിംഗ് ആണ്. 2 ചാനലും ഒരേപോലെ കൺട്രോളായി പോകുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് അവരുടെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കൺട്രോളിങ്ങിനും ഓരോ IC കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ പൊട്ടൻഷ്യോമീറ്റർ കൺട്രോളിങ്ങിനും ഓരോ IC വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പണ്ടൊക്കെയുള്ള സെറ്റുകളിൽ സിംഗിൾ ICയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അത് അത്ര പക്കായിട്ടുള്ള കൺട്രോളിംഗ് അല്ല. പക്ഷേ ഇവിടെ സെപ്പറേറ്റ് IC കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം SMD കോമ്പോണൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് റിപ്പയറിംഗ് ഒക്കെ കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്. അത്യാവശ്യം ഡാമേജ് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു റീപ്ലേസ്മെൻറ്റ് ഇല്ലയെന്ന് തോന്നുന്നു. അപ്പം സ്വന്തം റിസ്കിൽ വാങ്ങിക്കുക, ഉപയോഗിക്കാം. പക്ഷേ ഞാൻ ഉപയോഗിച്ച് നോക്കി, അടിപൊളി വർക്കിംഗ് ആണ്. അതിൻ്റെ വർക്കിംഗ് വീഡിയോ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കണക്ഷൻസൊക്കെ വളരെ സിമ്പിളാണ്. ലെഫ്റ്റ് ഇൻപുട്ട്, ഗ്രൗണ്ട്, റൈറ്റ് ഇൻപുട്ട്, അത് നമ്മുടെ USB മൊഡ്യൂളോ അല്ലെങ്കിൽ ഏതാണോ നിങ്ങളുടെ ഓഡിയോ സോഴ്സ് അതിലേക്ക് കണക്ട് ചെയ്യുക. പിന്നെ ഒരു RN LIN എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ സെയിം കണക്ഷൻ തന്നെയാണ്, അത് നോക്കണ്ട. പിന്നെ L ഔട്ട്, ഗ്രൗണ്ട്, R ഔട്ട്, അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആംപ്ലിഫയറിലേക്ക് കൊടുക്കേണ്ട കണക്ഷനാണ്. അതായത് ഇതിൻ്റെ ഔട്ട്പുട്ടാണ്, ട്യൂൺ ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടാണ്. വളരെ സിമ്പിളാണ്. പിന്നെ ഇത് ഡുവൽ പവർ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ഒരു ബോർഡാണ്. ഇതിനാവശ്യമായിട്ടുള്ളത് +15, 0, -15 ആണ് ഇതിൻ്റെ കറക്റ്റ് വർക്കിംഗ് വോൾട്ടേജ്. അവിടെ നമ്മൾ +V, G, -V എന്ന് കാണുന്ന ആ ഒരു ഭാഗത്താണ് നമ്മളിതിൻ്റെ പവർ സപ്ലൈ കൊടുക്കേണ്ടത്. നമ്മൾ സാധാ ഒരു യൂണിവേഴ്സലിൻ്റെ 3-വേ ടോൺ കൺട്രോൾ ബോർഡിന് കൊടുക്കുന്ന അതേ കണക്ഷൻ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 12-012 DC ആക്കി ഡുവൽ പവർ സപ്ലൈയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇത് 10 ബാൻഡ് ഇക്വലൈസറാണ്. ആദ്യം വരുന്നത് വെരി ലോ ഫ്രീക്വൻസിയാണ്. പിന്നെ അങ്ങനെ ഫ്രീക്വൻസി കൂടി ഹൈ ഫ്രീക്വൻസിയിലേക്ക് എത്തുന്ന രീതിയിൽ 10 ബാൻഡിലാണ് അത് കൺട്രോളിങ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരു സൈസ് നോക്കാം. കാരണം ഇനിയിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആയാൽ പല രീതിയിൽ ഇത് ആംപ്ലിഫയറിൽ ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 55 mm ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇതിൻ്റെ നീളം നോക്കുകയാണെങ്കിൽ ഏകദേശം 120 mm ഇതിൻ്റെ നീളം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബോർഡിൽ നിന്നും പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ടോപ്പിലേക്ക് ഏകദേശം 24 mm വരുന്നുണ്ട്. ഇനി നമ്മുടെ ബോർഡിൽ നിന്നും പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ആ ഒരു കേസിൻ്റെ ടോപ്പിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 8 mm ആണ് നമുക്ക് അതിൻ്റെ ഒരു ഹൈറ്റ് വരുന്നത്. ഇത് ഞാൻ ഏകദേശം എടുക്കുന്ന കണക്കാണ്, ഒരിക്കലും അത് വെച്ചിട്ട് നോക്കരുത്. പിന്നെ നമ്മുടെ സ്ലൈഡർ, ഈ ഒരു പൊട്ടൻഷ്യോമീറ്ററിൻ്റെ സ്ലൈഡറിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 12 mm ആണ് ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് ഹോള് നമുക്ക് ക്യാബിനിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം പിന്നീട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ്, പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ആ ഒരു ഗ്യാപ്പിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 4 mm ആണ് ഈ ഒരു ഗ്യാപ്പിൻ്റെ സൈസ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അക്രിലിക്കിൽ കട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു സ്ലൈഡറിൻ്റെ ടോട്ടൽ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 40 mm ആണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് അത്രയും ആവശ്യമില്ല. ഈ ഒരു ഹോളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 27 mm ആണ് ഈ ഒരു ഹോളിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഒരു ഹോൾ ടു ഹോൾ, ഈ സ്ക്രൂ പിടിപ്പിക്കാനായിട്ട് ഹോൾ ടു ഹോൾ എന്ന് പറയുന്നത് ഏകദേശം 112 mm ആണ് ഹോൾ ടു ഹോൾ, സെൻറ്റർ ടു സെൻറ്റർ ഉള്ള ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ്. ഒരിക്കലും ഈ ഒരു മെഷർമെൻറ്റ് എന്ന് വെച്ച് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട, ഒന്നുകൂടി മെഷർ ചെയ്തെടുക്കുക. എനിക്ക് എന്തെങ്കിലും ചിലപ്പോൾ എറർ പറ്റിയിട്ടുണ്ടാവാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണക്ഷൻസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ശക്തിയുടെ ഒരു 4 ട്രാൻസിസ്റ്റർ സ്റ്റീരിയോ ബോർഡിലാണ് നമ്മളിത് ചെക്ക് ചെയ്യുന്നത്. 27-027-8 ആംപിയർ ട്രാൻസ്ഫോമർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് 5200-1943 കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടുള്ളൊരു ബോർഡാണ്. ഇത് നമ്മൾ മോണോ ആക്കി സബ് ആംപ്ലിഫയറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു ബോർഡാണ്. അപ്പോൾ ഇതിൽ ജസ്റ്റ് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഓഡിയോ ഔട്ട്പുട്ട് നമ്മളൊരു സെറ്റിൽ നിന്നാണ് ഓഡിയോ ഔട്ട് എടുത്താണ് നമ്മൾ ഈ ഒരു സെറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു 2 ബോക്സിലായിരിക്കും നമ്മളിത് ചെക്ക് ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു ഫോണിൽ കൂടെ നമുക്ക് അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എത്രത്തോളം നമുക്ക് അറിയാൻ പറ്റില്ല. വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. അന്യ പെർഫോമൻസ് ആണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി ഇതെങ്ങനെ നമുക്ക് വാങ്ങിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാനാണെങ്കിൽ ഡയറക്റ്റ് എറണാകുളം ഫെൻഡ ഇലക്ട്രോണിക്സിൽ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അല്ല വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ജസ്റ്റ് G-Tech ഓഡിയോസ്, അതായത് ഗൂഗിൾ ഇലക്ട്രോണിക്സ് എന്നാണ്, തമിഴ്നാട്ടിലുള്ള ഒരു കമ്പനിയാണ്. അവരുടെ ജസ്റ്റ് G-Tech ഓഡിയോസ് സെർച്ച് ചെയ്യുക, അവരുടെ വെബ്സൈറ്റിൽ കയറുക. അതിൽ നോക്കുകയാണെങ്കിൽ താഴേക്ക് അവരുടെ അത്യാവശ്യം ഒരുപാട് പ്രോഡക്റ്റുകൾ അവിടെ കിടപ്പുണ്ട്. റിമോട്ട് കിറ്റ്, HD ഒരു ഇഷ്ടംപോലെ പ്രോഡക്റ്റുകൾ അവർക്ക് ഉണ്ട്. പിന്നെ അതിനകത്ത് തന്നെ നമുക്ക് കരോക്കെ ബോർഡ് ഉണ്ട്. നമ്മളൊരു കരോക്കെ ബോർഡും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ 10 ബാൻഡ് ഇക്വലൈസർ ബോർഡ്, സ്റ്റീരിയോ ഇക്വലൈസർ ബോർഡ്. ഇതിൽ നമുക്ക് നമ്മുടെ കാർട്ടിലേക്ക് ആഡ് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രീക്വൻസി വൈസ് ഏതൊക്കെ ഫ്രീക്വൻസി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പവർ സപ്ലൈ എവിടെയാണ് കൊടുക്കേണ്ടത്, എത്രത്തോളം പവർ സപ്ലൈ കൊടുക്കണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബൈ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാർട്ടിലേക്ക് ആഡ് ചെയ്യും. കാർട്ടിൽ ചെന്നതിന് ശേഷം നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഒരു ഐഡിയും പാസ്വേഡും വെച്ചിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് കൊടുക്കുക. ഇതിൽ GST വരും. അങ്ങനെ ഒരു പ്രശ്നം കൂടി വരുന്നുണ്ട്. GST വരുന്നുണ്ട്. അതുപോലെ തന്നെ കൊറിയർ ചാർജും കൂടി വരും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന 700 രൂപയല്ല ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു എങ്ങനെയായാലും 100 അല്ലെങ്കിൽ 150 രൂപയോളം അധികം, അല്ലെങ്കിൽ 200 രൂപയോളെങ്കിലും അധികം വരാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ഇമെയിൽ ഐഡിയും പാസ്വേഡും വെച്ചിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇമെയിൽ ID കൊടുക്കുക. അതുപോലെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഐഡിയും പാസ്വേഡും ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ പ്രോഡക്റ്റ് എവിടെയൊക്കെ ആയെന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ മൈ അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് എവിടെ ആയി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റിന് നമുക്ക് റിട്ടേൺ പോളിസി ഒന്നുമില്ല. ഇത് ചൈനയിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. റിട്ടേൺ പോളിസി ഒന്നും അവർ കൊടുത്തിട്ടില്ല. ഇതിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും. പിന്നെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അപ്ഡേറ്റ് ആയിട്ട് അവർ മെസ്സേജ് അയക്കും. നമുക്ക് ഇപ്പോൾ പ്രോഡക്റ്റ് എവിടെയായി ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഒരു 10 ബാൻഡ് ഇക്വലൈസറിനെ പറ്റി പറയാനായിട്ട് ഞാനിത് വാങ്ങിയിട്ടുള്ളത് എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ്. നമ്മളൊരു അടിപൊളി ഒരു കാസറ്റേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം പവർഫുള്ളായിട്ട് ഏകദേശം 800-900 വാട്ട്സോളം നമുക്ക് വരുന്ന രീതിയിലൊരു ആംപ്ലിഫയർ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമല്ല. നിങ്ങൾക്ക് ഷോപ്പിൽ നിന്നാണ് വാങ്ങേണ്ടതെന്നുണ്ടെങ്കിൽ എറണാകുളം ഫെൻഡ ഇലക്ട്രോണിക്സിൽ, പള്ളിമുക്ക് ഇലക്ട്രോണിക് സ്ട്രീറ്റിലുള്ള ഫെൻഡ ഇലക്ട്രോണിക്സിൽ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം എത്രയൊക്കെ ഉള്ളൂ ഇത് പറയാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ആംപ്ലിഫയർ നമ്മൾ പേഴ്സണൽ യൂസിന് വേണ്ടി ചെയ്യാൻ പോകുന്ന ആംപ്ലിഫയറിൻ്റെ മേക്കിംഗ് വീഡിയോ റിവ്യൂ ഒക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.